ബാക്ക്ലിങ്ക്സ് SEOയിൽ ബാക്ക്ലിങ്ക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓഫ് പേജ് SEOയിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ് ബാക്ക്ലിങ്ക്സ്. മറ്റുള്ള വെബ്സൈറ്റിന്റെ അകത്ത് നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാനും അതോറിറ്റി ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബാക്ക്ലിങ്ക്സ്. ബാക്ക്ലിങ്ക്സ് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ്സ് നമുക്കറിയാം. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്ക്ലിങ്ക്സ് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റിയിട്ടല്ല, ബാക്ക്ലിങ്ക്സ് റിമൂവ് ചെയ്യാനുള്ള ഒരു ടൂളിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേരോട് ബാക്ക്ലിങ്ക്സ് എങ്ങനെ റിമൂവ് ചെയ്യാം, നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ലിങ്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഉത്തരം നമ്മൾ ചെയ്തിട്ടുള്ള ആ വെബ്സൈറ്റിൽ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അതല്ലാതെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഇൻബൗണ്ട് ലിങ്കിനെ നമുക്ക് ഏതെങ്കിലും ടൂൾ വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആരുടെ കയ്യിൽ ഒരു ആൻസർ ഇല്ലായിരുന്നു. സോ ഞാൻ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്പാമി ആയിട്ടുള്ള ബാക്ക്ലിങ്കുകളെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും ആ ബാക്ക്ലിങ്കുകളെ നമുക്ക് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ആ ഒരു ടൂൾ ആയിട്ടുള്ള ഡിസവോ ടൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് അതിന്റെ മെത്തേഡ്സും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, സോ നമ്മൾ നേരെ ആദ്യം നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ള സ്പാമി ആയിട്ടുള്ള ബാക്ക്ലിങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെംരഷ് യൂസ് ചെയ്യാം, ഊബർ സജസ്റ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഊബർ സജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളിനെയാണ്. നമുക്കറിയാം ഊബർ സജസ്റ്റിന്റെ അകത്ത് നമുക്ക് വന്നിട്ടുള്ള ബാക്ക്ലിങ്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ബാക്ക്ലിങ്ക് ഓവർവ്യൂ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ബാക്ക്ലിങ്ക് ഓവർവ്യൂ നമ്മൾ ഓൾറെഡി കീവേഡ് റിസർച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഊബർസിനെ. ബാക്ക്ലിങ്ക് ഓവർവ്യൂ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ഈ ബാക്ക്ലിങ്ക് ഓവർവ്യൂവിൽ നമുക്ക് ഡെയിലി 3 പ്രാവശ്യം മാത്രമേ ഊബർ സെർച്ച് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്ക്ലിങ്ക് ഓവർവ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ വെബ്സൈറ്റിന്റെ URL അവിടെ സബ്മിറ്റ് ചെയ്യാണ്. നമ്മുടെ വെബ്സൈറ്റിന്റെ URL സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജനറേറ്റ് ആയിട്ടുള്ള ബാക്ക്ലിങ്ക്സിന്റെ കൗണ്ട് അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഏതൊക്കെയാണ് ബാക്ക്ലിങ്ക്സ് എന്നുള്ളത് നോക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അകത്ത് നമുക്കിവിടെ സ്പാം സ്കോർ കൂടിയിട്ടുള്ള ബാക്ക്ലിങ്കിനെ കാണാൻ പറ്റും. അതായത് സ്പാം സ്കോർ നമുക്ക് അവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ സ്പാം സ്കോർ ഉള്ള നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജനറേറ്റ് ആയിട്ടുള്ള ബാക്ക്ലിങ്കുകളെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഒരു കൂടുതൽ സ്പാം സ്കോർ ഉള്ള ബാക്ക്ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം നെഗറ്റീവായിട്ട് എഫക്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനെ കൂടുതൽ സ്പാം സ്കോറുള്ള ഇപ്പോൾ 78 സ്പാം സ്കോറുള്ള അല്ലെങ്കിൽ 61 അല്ലെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 10 അബോവ് സ്പാം സ്കോറുള്ള ബാക്ക്ലിങ്കുകൾ നമുക്കൊരു കുഴപ്പമില്ല, 10 ബില്ലൊക്കെ ആയാൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ബാക്ക്ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആ സ്പാം സ്കോർ കൂടുതലുള്ള ബാക്ക്ലിങ്കുകൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ റിമൂവ് ചെയ്യാനുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടൂളിലേക്ക് പോകുന്നത്. നേരെ ഗൂഗിളിൽ ഡിസവോ ടൂൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ ഡിസവോ ടൂൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. നമ്മൾ സെർച്ച് കൺസോളിൽ തന്നെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ടൂളാണ്. അതായത് നമ്മൾ സെർച്ച് കൺസോളിൽ ആക്സസ് ഉള്ള വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റിന്റെ ബാക്ക്ലിങ്കുകൾ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സെർച്ച് കൺസോൾ ആക്സസ് ഇല്ലാത്ത വെബ്സൈറ്റിലെ ബാക്ക്ലിങ്ക് നമുക്ക് റിമൂവ് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല. സോ ഇവിടെ ഡിസവോ ലിങ്ക്സ് ടു യുവർ സൈറ്റ് സെർച്ച് കൺസോൾ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സൈറ്റിൽ പോയതിനു ശേഷം നമുക്ക് അവിടെ കുറെ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡയറക്ഷൻസ് തരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഡിസർവ് ചെയ്യാനുള്ള സൈറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത്, ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. സോ അവിടെ അങ്ങനെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. സോ അതിനുശേഷം അവിടെ ടു അപ്ലോഡ് ദ ലിസ്റ്റ് ഓഫ് പേജസ് ഓർ ഡൊമൈൻസ് ടു ഡിസർവ് ചെയ്യാനുള്ള ഡൊമൈൻസോ പേജോ ഏതാണെന്നുള്ളത് നമുക്ക് അവിടെ നെക്സ്റ്റ് ആയിട്ടുള്ള സെഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗോ ടു ദ ഡിസർവ് ലിങ്ക്സ് ടൂൾ പേജ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഡിസർവ് ലിങ്ക്സ് ടു യുവർ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ എത്തിയതിനു ശേഷം നമുക്ക് അവിടെ സെലക്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ ഇതില് നമുക്ക് സെർച്ച് കൺസോൾ ആക്സസ് ഉള്ള എല്ലാ പ്രോപ്പർട്ടീസിന്റെയും എല്ലാ വെബ്സൈറ്റിന്റെയും ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് അവിടെ വിസിബിൾ ആവും.
ഇതിൽ നിന്ന് ഏത് വെബ്സൈറ്റിൽ നിന്നുള്ള ബാക്ക്ലിങ്ക് ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ഡിസവോവ് ചെയ്യാനുള്ള ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്ഷൻ യൂസ് ചെയ്തിട്ട് ഡിസവോവ് ചെയ്യാനുള്ള ലിസ്റ്റ് അപ്ലോഡ് ടെക്സ്റ്റ് ഫയൽ അവിടെ ഡിസവോവ് ചെയ്യാനുള്ള ലിസ്റ്റ് അപ്ലോഡ് ചെയ്തെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച ആ സ്പാം സ്കോർ കൂടുതലുള്ള ഊബർസിൽ കണ്ടിട്ടുള്ള സ്പാം സ്കോർ കൂടുതലുള്ള ആ ഒരു ബാക്ക്ലിങ്സ് അല്ലെങ്കിൽ ആ പേജസ് ലിങ്ക് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുള്ള ആ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പാമി ആയിട്ടുള്ള ബാക്ക്ലിങ്കുകൾ റിമൂവ് ആവുന്നുണ്ടാവും. അല്ല നിങ്ങളത് റിമൂവ് ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് അടുത്ത അപ്ഡേറ്റ് വരുന്ന സമയത്ത് സ്പാമി ബാക്ക്ലിങ്ക് ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് അത് നിങ്ങളുടെ വെബ്സൈറ്റിനെ നല്ല രീതിയിൽ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. റാങ്കിങ്ങിന് തീരെ എഫക്ട് ചെയ്യില്ല, പക്ഷെ നിങ്ങൾ ഡൗൺ ആവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിസവോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളിനെ പറ്റിയിട്ടാണ്. സോ കൂടുതൽ പേർക്കും ഇത് അറിയില്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ ഈ ഡിസവോവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ബാക്ക്ലിങ്സിനെ, അതായത് സ്പാം സ്കോർ കൂടുതലുള്ള സ്പാമി ആയിട്ടുള്ള ബാക്ക്ലിങ്കിനെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അഥവാ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇതുപോലത്തെ സ്പാമി ആയിട്ടുള്ള ബാക്ക്ലിങ്കുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്പാം സ്കോർ കൂട്ടുള്ള ആ ഒരു ബാക്ക്ലിങ്ക് കളക്ട് ചെയ്തതിനു ശേഷം ഡിസവോവ് ടൂൾ യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ് ഫോർ ന്യൂ വീഡിയോസ്.